ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ തിന്ന് ഉറങ്ങി എണീച്ചതിൻ്റെ ശേഷം നിസ്കരിച്ച് എല്ലാവരും കൊലായിലിരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് ഇപ്പനാണല്ലേ, അപ്പം ഞാൻ പോയിക്കപ്പോണ്ട് കാടുമുട്ടൊക്കെ പുഴുങ്ങാട്ടാണ്, പിന്നെ ഉള്ളിയൊക്കെ അരിയുന്നുണ്ടേനി. അപ്പം ഞാൻ വേഗം വന്ന് വീഡിയോ എടുക്കേനി കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു ഉള്ളിയിലേക്ക് പച്ചമുളകൊക്കെ അരിയുന്നുണ്ട്. ഉമ്മയും ഇപ്പം പിന്നെ ഭയങ്കര ഷെഫാട്ടോ, രണ്ടാളും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ ആ ഉള്ളിയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന്. അപ്പം ഒരു കോഴിക്കോട് റെസിപ്പിയാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ അതിലേക്ക് തക്കാളിയൊക്കെ അരിയുന്നുണ്ട്. എന്നിട്ട് തക്കാളിയും അരിഞ്ഞിട്ടും ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒക്കെ അരിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യാണ്. പിന്നെ കുരുമുളകൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഉപ്പക്കാണെങ്കിൽ എന്തുണ്ടാക്കുമ്പോഴും അതിലേക്ക് കണ്ണ് കാണുന്ന എല്ലാ പൊടിയും എടുത്തിടണം. പിന്നെ കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടോ. പിന്നെ ഈ ഒരു മിക്സിയിലേക്ക് ഇനി നമ്മൾ തൊലിച്ച് വെച്ചിട്ടുള്ള കാടമുട ഇട്ട് കൊടുക്കുകയാണ്. കാടമുട ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് പിന്നെ കാടമുടൊക്കെ സെറ്റായി. ഇപ്പം പിന്നെ പറഞ്ഞതെല്ലാം ഉണ്ടാക്കി തരും, പക്ഷെ പാത്രമൊന്നും കഴുകൂല കേട്ടോ, അങ്ങനെ ഇട്ടിച്ച് പോകും. അങ്ങനെ ഉമ്മ പാത്രമൊക്കെ കഴുകി അവിടെ തുടച്ചൊക്കെ വൃത്തിയാക്കാണ്. ആ ടൈമിൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് ബ്രെഡും പാലൊക്കെ വാങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലും ബ്രെഡൊക്കെ ആയിട്ട് എത്തി. പിന്നെ നമ്മൾ ബൂസ്റ്റ് ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ. അങ്ങനെ പാത്രത്തിലേക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പാലെടുക്കണത്. അങ്ങനെ പിന്നെ പാലൊക്കെ ഏകദേശം ചൂടായി വന്നപ്പം അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഇനി അതിലേക്ക് ഇടാനുള്ള ബൂസ്റ്റിൻ്റെ പാക്കറ്റൊക്കെ കട്ട് ചെയ്യാണ്. 3 ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ബൂസ്റ്റ് പൊടിയൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഓരോന്നായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആ പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ 3 പാക്കറ്റ് ബൂസ്റ്റ് പൊടിയും പാലിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ആ പാലിലേക്ക് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ബൂസ്റ്റ് പൊടി കട്ട പിടിക്കും. അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയായി. നമ്മൾ കാടമുട്ടയും ബ്രെഡും ഒക്കെ ഒരു പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ബൂസ്റ്റൊക്കെ ഗ്ലാസ്സിലേക്ക് വെച്ച് സംഭവം അടിപൊളി കേട്ടോ. പക്ഷെ നല്ല എരിവുണ്ടേനി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.